ഗൈസ് അപ്പോൾ ഓള് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടോ. ഇനി ഏതായാലും നിമിഷങ്ങൾക്കകം നമ്മുടെ മുന്നിലെത്തും ഇൻഷാ അല്ലാഹ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഞാൻ ആകെ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഇന്നിപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ പോപ്പി എയർപോർട്ടിൽ ഇറങ്ങും. ഓളവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഓളെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര എക്സൈറ്റഡുമാണ്. കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഓക്കെ നമുക്കതിപ്പോൾ ശീലമാണ്. കാരണം നിങ്ങൾ തന്നെ പറയലുണ്ട് നമ്മൾ ഒരു 5 മാസത്തിലുള്ള ഒരു വട്ടം സർപ്രൈസാണ്. അപ്പോൾ പക്ഷേ ഇങ്ങോട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ടെൻഷൻസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓളെ പോയി കൊണ്ടുവരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കാണും നമ്മളിതാണ് നമ്മൾ റൂമുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട്, പ്രൈവസി ഉണ്ടായതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യേണ്ടത് വെച്ചിട്ടാണ് നമ്മൾ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോയുടെ ബാക്കിൽ പഴയ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ആ ഒരു ഇത് ഓർമ്മ വരിക. നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ഇബ്രുവിൻ്റെ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ടാണ് ഞാൻ പറഞ്ഞ് ശീലിച്ചത്. അപ്പോൾ ഇപ്പോൾ അതേപോലെ ഇബ്രു ബേബി സർപ്രൈസാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീല് കാണിക്കുന്നു. അപ്പോൾ അതാണ് അവസ്ഥകൾ. നമുക്ക് എന്തായാലും പോയി നോക്കാം, ടൈമില്ല എനിക്ക്. ഇപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എയർപോർട്ടിൽ എത്തണം. ഓള് വന്നോ വന്നില്ലേ എന്നല്ല, എനിക്ക് അവിടെ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കണം. അതാണ് എൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ എന്താ പറയുക, ഇത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുണ്ടാവും നമ്മൾ വൈഫിനെ കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ. അല്ല, ആകെ ഒരു വട്ടല്ലേ കൊണ്ടുവരുന്നുള്ളൂ. പിന്നെ ഇത് മനസ്സിലായല്ലോ, പിന്നെ ഇത് കൊണ്ടുവരുന്നില്ല. സംഭവം നല്ല എക്സ്പെൻസീവ് ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ്, പിന്നെ റൂമിന് എത്ര എക്സ്പെൻസ് ഉണ്ട്, അങ്ങനത്തെ കുറേ കമൻറ്റ് കഴിഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യുക, അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇനി അധികം സമയമില്ല, എനിക്ക് സംസാരിക്കൊന്നും വേണ്ട, എനിക്ക് വീഡിയോ എടുക്കൊന്നും വേണ്ട. അതിനെ ഞാൻ ഇബ്രുവിനെ വിളിച്ചു. കാരണം എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ നേരെ അവിടെ പോയി നിൽക്കും. അതാണ് എൻ്റെ സിറ്റുവേഷൻ. ഉച്ചക്ക് പോയിട്ട് നിൽക്കുക. ഞാൻ ഹാഫ് ഡേ എടുത്ത് ഇറങ്ങിയതാണ്. അത് അങ്ങനെയാണ്, ഇറങ്ങൂല. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം, നമുക്ക് വണ്ടി എടുക്കട്ടെ ഞാൻ ഇൻഷാ അല്ലാഹ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു സമാധാനമില്ലായിട്ടേ വണ്ടി എടുത്തിട്ട് ഇപ്പുറത്തെ എയർപോർട്ടുള്ളത്, എയർപോർട്ടിൽ ഇപ്പുറത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. മറ്റേ ചക്കര കണ്ട ഈച്ചൻ്റെ പോലെ അങ്ങനെ നടക്കുക. അപ്പോൾ ഓള് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കയറും. അല്ലെങ്കിൽ ഇപ്പം തന്നെ പാർക്കിംഗ് ഇട്ടിട്ട് ഇതാക്കണ്ടല്ലോ വെച്ചിട്ടാണ്. റോട്ടൊക്കെ നല്ല നോക്കുന്നത് ആകാശത്തേക്കാണ്, വിമാനം വരുന്നുണ്ടോ ആകാശത്ത് നോക്കിട്ടാ വണ്ടി വിട്ടേ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര എക്സൈറ്റഡും അല്ല, ഒന്നാമത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വിസ ഇവന്റെ കൂടെ വരേണ്ടതായിരുന്നു. അപ്പോൾ അന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായി. അത് കഴിഞ്ഞ് പിന്നീട് അന്ന് ആഗ്രഹിച്ച ആ പോണ് അടുത്ത ആ പോണ് അങ്ങനെയാണ് കാര്യങ്ങള്. അന്ന് ഇവന്റെ കൂടെ വരേണ്ടതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ വിസന്റെ ഒരു പ്രശ്നം വന്നു. അപ്പൊ അന്നുള്ള വിഷമം കൂടി ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു മൊമെന്റിലാണുള്ളത്. എന്താ പറയാ, ഇനി ഒന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കിട്ടിയാൽ മതി, ഒന്ന് കാണണം, അങ്ങനത്തെ ഒരു സംഭവം. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇവിടുന്ന് യൂട്ടേൺ ഉണ്ട്, ഇതന്നെ യൂട്ടേൺ അടിക്കാം. അപ്പൊ നമ്മള് ഇതാണ് വ്യൂ. നോക്ക്, എന്താ വ്യൂ. മറ്റേ ബുർജ് കിട്ടൂല, വീഡിയോയിൽ കാണില്ല കേട്ടോ ഗൈസ്. അപ്പൊ ആ വെയിലിന്റെ ഉള്ളിൽ കൂടെ ബുർജ് കാണുന്നുണ്ട്, എമിറേറ്റ്സിന്റെ ഒരു കൊമ്പ് കാണുന്നുണ്ട്. അങ്ങനെ അത്രയും സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് നോർമലി വണ്ടി ഓടിക്കാൻ പറ്റുമായിരിക്കില്ലേ? അത് നോർമൽ റോഡ് തന്നെ അല്ലേ? കണ്ടങ്ങള് എജാതി സെറ്റപ്പ്. ഇപ്പൊ ഏതാണ് ഫ്ലൈറ്റ് എന്നൊന്നും അറിയൂല, സാധനം വരുന്നുണ്ട്. അപ്പൊ ഓളാണെങ്കിൽ ഓളെ മാത്രം കണ്ട് സ്റ്റോപ്പ് ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പൊ എയർപോർട്ടിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇതാക്കുന്നത്. നമ്മൾ ഇതിന്റെ അടുത്ത് തന്നെ കേട്ടോ റൂം എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അധികം ദൂരം പോകാനൊന്നുമില്ല. പിന്നെ സമാധാനമായിട്ട് ഞാൻ വണ്ടി കയറിയതാണ്. അതാണ്, അതുണ്ട്. എന്തെങ്കിലും ചൊറയൊക്കെ അപ്പൊ കയറ്റി വിടുക, വേറൊന്നുമില്ല. ഞാൻ കണ്ണട വെക്കട്ടെ, കണ്ണിൽ തെളിച്ചം എല്ലാരും അറിയപ്പെടാ. രണ്ടും ഗൈസ്. അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ഇങ്ങനെ നിന്ന് കറങ്ങാണ്. അപ്പൊ ഇനിയിപ്പോ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ അവിടെ കുറെ കൊണ്ടായി നിർത്തിട്ടു. പിന്നെ ഇനിയിപ്പോ നമുക്ക് എന്തായാലും എയർപോർട്ട് പോയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ ഓള് കറക്റ്റ് വരുന്ന നമ്മള് റഡാർ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നോട്ട് ചെയ്ത് നിൽക്കാണ്. ഓളിഞ്ഞ് ഞാൻ എത്തി എന്ന് പറയുമ്പോ ആക്കെ നമുക്ക് മനസ്സിലായി എന്ന് അറിയേണ്ടി വരും. അതാണ്. അല്ല, ഓലിപ്പോ ഫസ്റ്റ് ടൈം അല്ലേ, താഴത്തെ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ നിൽക്കും.
അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട്. ഇത് ലെഫ്റ്റ് സൈഡിലെ എയർപോർട്ടാണ്. ഇനിയിപ്പോൾ ടെർമിനൽ 2-ലാണ് നമ്മളിത് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കയറി നോക്കാം നമുക്ക്. ഞാൻ അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇതാണ് എയർപോർട്ട്. നമ്മൾ സിഗ്നലിൽ വെയിറ്റ് ചെയ്യാണ്. ടെർമിനൽ 2 ഓളാണെങ്കിൽ ഓൾമോസ്റ്റ് ഇറങ്ങിയില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഫ്ലൈറ്റ് ഇവിടെ പൊങ്ങണേ കാണുള്ളൂ, ഫ്ലൈറ്റ് പൊങ്ങണേ കാണുള്ളൂ. അവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. എന്തായി, ഇറങ്ങിയോ? നമ്മള് ഈ ഇബ്രു ആണെങ്കിൽ എന്താ അറിയോ, നമ്മളെ മനുഷ്യന് ക്യൂരിയസ് ആക്കിട്ട് നിൽക്കുക. ഇനി കുറച്ചുള്ളൂ, വരുന്നുണ്ട്, രണ്ടിലെത്താനായി ഇങ്ങനെ പറഞ്ഞ് മനുഷ്യനെ ഇതാക്കുക. എത്രയായി? ഇവന് ഇന്നിപ്പോ ഇപ്പോഴല്ലേ ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. ഫീലിങ്സ് വെച്ച് കളിക്കലടാ ബ്രോ. അപ്പൊ ഗൈസ്, ഞാൻ എന്താണെന്നറിയോ, ഞാൻ അധികം എക്സൈറ്റഡ് അല്ല. അല്ല, എനിക്കെന്നെ ഇവരെന്ത് വിചാരിക്കും തോന്നുന്നു ഗൈസ്. സത്യം പറയാലോ, ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആണ്. എനിക്ക് എന്റെ ഫീലിങ്സ് ഒക്കെ ഞാൻ കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. വിഷമങ്ങളും സങ്കടങ്ങളും ദേഷ്യം ഒഴിച്ചിട്ട് ചില ആൾക്കാരെ അങ്ങനെ വിചാരിക്കണ്ടാവും. എല്ലാവർക്കും ഓരോരുത്തരും ഡിഫറെന്റ് അല്ലേ. അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ സംഭവം അല്ല. പക്ഷെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഉള്ളത് എനിക്ക് ഉള്ള പോലെ ഇതാക്കും. അതിപ്പോ ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടങ്ങ് മനസ്സിലാവും. ഞാൻ ഭയങ്കര വിഷമിച്ചിട്ടായിരുന്നു. അപ്പൊ അതിന്റെ മുഖത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യണ്ടാവും. ഇതിന്റെ ഭയങ്കര എക്സ്പ്രസീവ് ആണെന്ന് എല്ലാവരും പറയും. ഞാൻ സ്റ്റാൻഡേർഡാ. ഞാൻ എന്താ പറയാ, ഇറങ്ങിയോ, എത്തിയോ, കണ്ടോ? ഇതന്നെ എന്റെ പരിപാടി. ഞാൻ ഇപ്പത്തൂന്നറിയും. റഡാറിൽ നോക്കിയിട്ട്, എന്താണ് ഇതിന്റെ പേര്? ഫ്ലൈറ്റ് റഡാർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ കറക്റ്റ് ഓരോ ഫ്ലൈറ്റ് നമ്പർ അടിച്ചിട്ട് അതിനനുസരിച്ച് അതിങ്ങനെ വരുന്നത് എവിടെ എത്തി, എന്താ സംഭവങ്ങൾ കറക്റ്റ് മനസ്സിലാവും. എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ അരമണിക്കൂറുണ്ടോ, ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചേരം ഉറങ്ങട്ടെ. ഉറങ്ങില്ല, അരമണിക്കൂറുള്ളൂ. അങ്ങനെ പറഞ്ഞു മനുഷ്യന്. ആന്ന് എനിക്കില്ലാത്ത ടെൻഷൻ ഇവനെ ഇന്ന് ലീവ് എടുത്ത് പോന്നിക്കാണ് ഗൈസ്. അപ്പൊ ചെക്കൻ ഉണ്ടായത് കൊണ്ട് തിരക്കിടില്ല. നമ്മളിഞ്ഞ ഇവിടുത്തെ റൈറ്റ് അല്ലേ, ഡിപ്പാർച്ചർ അറൈവൽസ് സ്ട്രൈറ്റ് അല്ലേ. സ്വിച്ച് ആക്കി ബില്ലെടുക്കണേന്നു, അത് ഞാൻ മറന്നുപോയി. എന്നിട്ട് രണ്ടാമത് റിട്ടേൺ പോയിട്ട് എടുത്തു. ടെർമിനൽ 2 പാർക്കിംഗ് ടിക്കറ്റ് കിട്ടിട്ടോ. പാർക്കിംഗ് വിട്ടിട്ട് നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് കൊണ്ടിട്ടേ അവിടെ കൊണ്ടിട്ട് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റി ഗൈസ്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങി എല്ലാം സെറ്റാണ്. ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ ഒരു വിട്ടുവീഴ്ചയും വരുത്തില്ല. നിങ്ങൾക്കറിയില്ലേ, ഇത് ഒറിജിനൽ പോവാട്ടോ. എന്തിനാ എൻ്റെ വൈഫിന് കൊടുക്കാനാ? സിനു, ഈ കളർ കറക്റ്റ് നോക്കി വെച്ചോ. ബ്രൂന്റെ വൈഫിനോടാണ്. ഇതുപോലെ ഉണ്ടെന്ന് എനിക്ക് കിട്ടണമെങ്കിൽ അത് അതാണ്. അപ്പോൾ ഗൈസ്, എന്താ പറയുക, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവളുടെ മെസ്സേജ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അവൾക്ക് വൈഫൈ കിട്ടിയിട്ടുണ്ടാവില്ല ഗൈസ്. അപ്പോൾ അവള് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടോ. ഇവിടെ എമിഗ്രേഷനിലുള്ളതെന്നാണ് പറഞ്ഞത്. ഇനി ഏതായാലും നിമിഷങ്ങൾക്കകം നമ്മുടെ മുന്നിലെത്തും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനിയിപ്പോൾ ലഗേജ് കൂടി കിട്ടണ്ടാവും. എനിക്ക് എന്താ പറയുക, ഞാൻ പൂവൊക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ജൻസിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടേ പൂവൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പറയാവോ, എയർപോർട്ടിൽ ഏതോ പൂവും പിടിച്ച അങ്കിൾ എന്നൊക്കെ പറയാമോ? എന്നോട് ഇവിടുന്ന് വരുന്ന കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളൊക്കെ എന്നെ നോക്കിയിട്ട് ഇത് എനിക്കാണോ എന്നുള്ള രീതിയിൽ നോക്കുക. ഞാൻ കൊടുക്കൂല. നമ്മൾ വൺ വുമൻ ബോയ് ആണെന്ന് പറഞ്ഞൊപ്പിച്ചൊരു തരത്തിൽ. ഞാൻ നിലത്തൊന്നല്ല ഗൈസ്, ഉള്ള കാര്യം പറയാലോ. ഞാൻ ഭയങ്കര ഹാപ്പി ഗൈസ്. അപ്പോൾ നമ്മളിതുവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ എല്ലാവരെയും. ഇന്നിപ്പോൾ നമ്മൾ വെയിറ്റ് ആയല്ലോ, കാണുന്നില്ലല്ലോ. എന്തോ ഒരു ടെൻഷൻ പോലെ വരുമായിരിക്കും. എയർ ഇന്ത്യത്തെ നമ്മളെ മലയാളി ടൈപ്പ് മുകളിലുള്ള ആൾക്കാരും കാണില്ല.
എന്തേനു യാത്ര? എന്തേനു? അയ്യോ എന്തേ ടയർഡായോ? നോക്ക് ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ജെൻസി ആയി പോയില്ലേ. ഇതിൽ വെച്ചാ അത് ബ്രോ കണ്ണൊക്കെ നിറഞ്ഞിക്കണേ ആളുടെ. കയ്യൊക്കെ ഇറക്കണേ ഓക്കെ അല്ലേ? നമ്മക്കൊക്കെ ദുബായ് കയറിയാന്ന് പറഞ്ഞാലേ സങ്കടം എന്തൊരു ഇടങ്ങേറാണ്. ഇവക്കൊക്കെ ഭയങ്കര സന്തോഷം. അത് ഫസ്റ്റ് നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിൽ കയറാം. നമ്മളെ നോക്കി ഇതാണ് ദുബായ്. ആ സത്യം. ഇവളോട് ഞാൻ പറഞ്ഞേ, ഇവള് പറഞ്ഞു വിശന്നിട്ട് കണ്ണാണില്ല, ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞേ മന്തി എന്തെങ്കിലും കഴിക്കല്ലേന്ന്. അപ്പോൾ പറയാം മന്തി ഒന്നും വേണ്ട, നമുക്ക് നാട്ടിലെ നാട്. ഞാൻ പറഞ്ഞ് എനിക്ക് കുറച്ച് 2 കുബൂസ് എടുക്കട്ടെ. ആ അതാണ് എല്ലാം ശരിയായി തരാം എനിക്ക്. ആ അതാണ് ചോദിക്കുമ്പോ ലിപ്സ്റ്റിക്ക് മറ്റേ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടേ പൈസ അങ്ങനെ ചോദിക്കല്ലേ. അപ്പൊ അതൊക്കെ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും പണിയൊക്കെ ഒന്ന് തന്നെ. ആ റേഷൻ കടയിലേ അരിഞ്ചാക്ക് എടുത്ത എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തിരക്കിടില്ല. പിന്നെ ഇവളോട് ഞാൻ പറഞ്ഞേ മേഘത്തിന്റെ ഉള്ളിൽ കയറുമ്പോ വിമാനം കുലുങ്ങൊക്കെ ചെയ്യും. അപ്പൊ ഇതൊന്ന് പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞേ. അതെന്താന്നറിയോ, ഓള അവിടുന്ന് കയറിയപ്പോ ഉറങ്ങിയതാ. ഇവിടെ നിന്നിട്ട് കണ്ണു പറഞ്ഞു. എന്നിട്ട് ഫ്ലൈറ്റ് എന്നിട്ട് ഇവളോട് ചോദിച്ചാൽ നമ്മളെ പറഞ്ഞാൽ പോരെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. അതാണ് അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്താ അപ്പുറത്തോട്ട് തന്നെ. അതെ കേട്ടോ, ഒരു റൗണ്ട് ഒക്കെ അടിച്ചിട്ട് വാ, എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാ. വന്നിട്ടില്ല അപ്പോതിന് തുടങ്ങി. ഇതുവരെ ഇന്നലെ വരെ എന്ത് സമാധാനം. നോക്ക് ഫ്ലൈറ്റ് പോ, നോക്ക് കാണണ്ടേ. ലവ് യു. സോറി ലവ് യു ടു. ഇതെന്റെ കയ്യിൽ വെച്ചോ, അത് ഉള്ളിൽ വെച്ചോ. അതിങ്ങനെ പിടിച്ചിരിക്ക് ഫുൾ ടൈം തന്ന അങ്ങനത്തെ ഒരു സംഭവം. കേസ് അപ്പോൾ ആളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. മെട്രോ ഒക്കെ പോകണം, അത് കാണിച്ചു കൊടുക്കുക. ഇനി സമയം ഉണ്ടല്ലോ, എന്തൊക്കെ കാണാൻ കിടക്കണ്. ബുർജ് ഖലീഫ, സോ മെനി തിങ്സ്. ഇത് ഈ വീഡിയോ ഓണാക്കിയാൽ ഓൾ ഇങ്ങനെ ഉണ്ടാവും. വിനയ കുനീത. അപ്പോൾ കുറേ സംഭവങ്ങൾ പറയാണ്ട്, വിശേഷങ്ങൾ പറയാണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കണം. പാവം ഇത്രയും ദൂരം വന്നല്ലേ. പക്ഷെ കുത്തിക്കുലിക്കൊന്നും ഇല്ലാത്ത നല്ല ഫ്ലൈറ്റ് നമ്മൾ എടുത്തു കേട്ടോ. അതോട് മനസ്സിലാക്കണില്ല. ഓക്കെ, അപ്പൊ ഇനി കഴിച്ചാലേ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചതാ, പിന്നെ അതിനേശം ഒന്നും കഴിച്ചില്ല, വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. ഓ പാവട്ടോ. അതെ, ഇന്ന് ഞാനേ അച്ചാറും കുബൂസും തരട്ടോ രാത്രി. എന്തൊക്കെയാ പറയുന്ന സംഭവിക്കൂലേ. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റൂമിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എല്ലാം സെറ്റാക്കട്ടെ. പെട്ടിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കി ഇൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾക്കൊന്ന് അവരെ കൊണ്ട് അലക്കിപ്പിച്ച് എല്ലാം സെറ്റാക്കി അടിച്ച് തുടപ്പിച്ചിട്ട് എല്ലാം സെറ്റാക്കാണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വരാം അല്ലേ. ഓക്കെ, എന്നൊരു ബൈ കൊടുക്കേ. ഓക്കെ, 2 മാസത്തിന് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇറക്കിയതാണ്. ഇതൊക്കെ ഒന്ന് തീരുമാനാക്കണം. ഓക്കെ ബൈ.